ഇന്ന് ഭാരത ചരിത്രത്തിൽ അനുസ്മരിക്കപ്പെടേണ്ട ഒരു ജന്മം ഭൂമിയിലേക്ക് വന്ന ദിനമാണ്. ഷഹീദ് ഭഗത് സിംഗ് 27 സെപ്റ്റംബർ 1907 ജനിക്കുകയും 23 മാർച്ച് 1933 ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത ധീര ദേശാഭിമാനി ഭഗത് സിംഗ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായൊരു വാക്കുണ്ട്: എന്നെപ്പോലുള്ള വ്യക്തികളെ പ്രസവിക്കുവാൻ ഭാരതത്തിലെ അമ്മമാർ കാംക്ഷിക്കും. ആ വാക്കൊരിക്കലും ആർക്കും മറക്കാൻ സാധിക്കില്ല. മറ്റൊരു വാക്കുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്: എന്നെ തൂക്കിലേറ്റിയാൽ എൻ്റെ രക്തത്തിൽ നിന്ന് 10,000 ഭഗത് സിംഗ്മാർ ജനിക്കും. മറ്റൊരു വാക്കുകൂടെ ഇന്നത്തെ യുവതലമുറ ആലോചിച്ചുള്ളൂ. യുദ്ധഭൂമിയിൽ വെച്ചാണ് അവരെന്നെ പിടിക്കുന്നത്. എന്നെ അവർ കുരുക്കിലാക്കി. പക്ഷേ എന്നെ തൂക്കിലേറ്റാതെ ആ പീരങ്കിയുടെ അകത്തേക്ക് ഇട്ടിട്ട് ഒരു വെടിയുണ്ട പോലെ, അല്ലെങ്കിൽ പീരങ്കിയുടെ ഉണ്ട പോലെ, ബോംബ് പോലെ എന്നെ പൊട്ടിച്ച് കളഞ്ഞേക്കുക. എത്ര ധീരതയോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഖാക്കന്മാരോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരോട് അദ്ദേഹം എഴുതിയ കത്തുകളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അവരോടൊക്കെയും ഭാരതത്തിനു വേണ്ടി ധീരമായി പോരാടാനുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ട് മരിച്ച ഒരു വ്യക്തിത്വമാണ് ഭഗത് സിംഗ്. ധീരനായ ഭഗത് സിംഗിനെ നിങ്ങൾ ഓർക്കുമ്പോൾ യുവതലമുറയോട് ഞാൻ പറയുകയാണ്: ദേശസ്നേഹം നല്ലതാണ്. അന്ധമായ മതവിശ്വാസത്തിലുള്ള ദേശസ്നേഹമല്ല നമുക്ക് വേണ്ടുന്നത്. ദേശസ്നേഹം, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ, ഈ ദേശം ഒരു പക്ഷിക്കൂടാണ്. ഈ പക്ഷിക്കൂട്ടിൽ പലരുമുണ്ട്, പല പക്ഷികളുണ്ട്. ഈ പക്ഷികളെല്ലാം ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ കാണാനും നമുക്ക് മനസ്സ് ഉണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. ദീർഘിപ്പിക്കുവാൻ ഇന്ന് കരൂർ എന്നെ സമ്മതിക്കുന്നില്ല. കോയമ്പത്തൂർ കരൂരുണ്ടായ സംഭവം എന്നെ സമ്മതിക്കുന്നില്ല. എനിക്കൊരു വീഡിയോ ഇടുന്നതിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധീരനായ ഭഗത് സിംഗിൽ നിന്ന് നിങ്ങൾക്ക് ധീരത ഉൾക്കൊള്ളാം. ധീരനായ ഭഗത് സിംഗിൽ നിന്ന് നിങ്ങൾക്ക് തീക്ഷ്ണത ഉൾക്കൊള്ളാം. ധീരനായ ഭഗത് സിംഗിൽ നിന്ന് നിങ്ങൾക്ക് ഇൻക്വിലാബ് സിന്ദാബാദ് അദ്ദേഹം ഉണ്ടാക്കിയതല്ല എങ്കിലും ആ വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിലെപ്പോഴും തത്തിക്കളിച്ചിരുന്നു. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് അദ്ദേഹമല്ല ഉണ്ടാക്കിയത്, എന്നാൽ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് അദ്ദേഹം ധീരതയോടെ പറഞ്ഞിരുന്നു. തൻ്റെ 23-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇന്ന് 2005 സെപ്റ്റംബർ 27 അദ്ദേഹം അനുസ്മരിക്കപ്പെടുന്നത്. ഇന്ന് പഞ്ചാബ് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് ഭഗത് സിംഗിൻ്റെ ജന്മദിനം പഞ്ചാബിൽ ആഘോഷിക്കുന്നുണ്ട്. 5 നദികൾ ഒരുമിച്ചൊഴുകുന്ന പഞ്ചാബെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. 5 നദികളുടെ മനോഹരമായ ഒഴുക്കിൽ പ്രശാന്തസുന്ദരമായ സ്ഥലം, സമാധാനത്തിൻ്റെ സ്ഥലം, കാർഷിക വിളകളുടെ ശേഖരമുള്ള സ്ഥലം, ജലന്ധറിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ കഴിയുന്നത് കൃഷിയും മൃഗങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ്. അവിടെയൊക്കെയും ഭഗത് സിംഗിൻ്റെ ഒരു മണമുണ്ടാകും. അവിടെയുള്ള ബാപ്പത് ബേട്ട റുപ്പാക്കത്തെ നാംദേ എന്നൊരു വാക്ക് ഞാൻ പഠിച്ചത് അവിടെ പഞ്ചാബിൽ വന്നതിന് ശേഷം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പറയണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭഗത് സിംഗിൽ നിന്ന് ഈ ആധുനിക തലമുറ ഊർജം സ്വീകരിക്കട്ടെ. വിപ്ലവം മനസ്സിൽ വേണം, മറ്റൊരുത്തിനെ കൊന്നുകൊണ്ടല്ല. രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധത ഭഗത് സിംഗിൽ നിന്ന്, ജീവിക്കാൻ സന്നദ്ധ ഭഗത് സിംഗിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. ജോൺസൺ കരൂർ, വിപ്ലവ അഭിവാദനങ്ങൾ.